യുപ്രതിഭ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല. ഡിവൈഎഫ്ഐക്കാർ നേരത്തെ തന്നെ യുപ്രതിഭയുമായി അവിടെ വലിയ വിഷയങ്ങളുണ്ടായിരുന്നു. യുപ്രതിഭയെ ബഹിഷ്കരിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ നീക്കങ്ങൾ നടത്തിയിരുന്നു. അവരുടെ വേദികളിലൊന്നും യുപ്രതിഭയെ കയറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു. വീണ ഒക്കെ വന്നതുപോലെ, വീണ ജോർജ് ഒന്നും വന്നതുപോലെ അല്ല ഈ പ്രതിഭയൊക്കെ വന്നത്. പക്ഷേ എങ്കിൽ പോലും ഇവർക്കൊക്കെ മോഹഭംഗം ഉണ്ടാകുന്നത് ഇവരുടെയൊക്കെ ഇടയിൽ, ഇവരുടെയൊക്കെ മനസ്സിലുള്ള പാർലമെൻ്ററി വ്യാമോഹം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഇത്തവണ എന്തായാലും പ്രതിഭ മൂന്നാം തവണയും ജയിക്കുമ്പോൾ തീർച്ചയായും പ്രതിഭ ഈ മന്ത്രിസഭയിൽ ഉണ്ടാവും എന്നൊക്കെയും മന്ത്രി ആവുന്നത് അതിനുശേഷമുള്ള ജീവിതമൊക്കെ അവർ സ്വപ്നം കണ്ടിരുന്നു എന്നുള്ളതാണ്. വലിയ മെച്ചങ്ങൾ ഉണ്ടാവാൻ പറ്റുന്നില്ല, നേട്ടങ്ങൾ ഉണ്ടാവാൻ പറ്റില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് അടുത്ത തവണ അവരെ കായംകുളത്ത് തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയായി കാണാൻ പറ്റും എന്നതാണ് എൻ്റെ ഒരു നിരീക്ഷണം. രാജേട്ടാ നമസ്കാരം. നമസ്കാരം. രാജേട്ടാ, ഒരു പരാജയം അത് ജനാധിപത്യത്തിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു പക്ഷേ അത് കേരളത്തിൽ എന്നെ സംബന്ധിച്ചിട്ടല്ല 5 വർഷം തോറും സംഭവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 2021 അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു തുടർഭരണം കിട്ടി. 10 വർഷം ഒരു മുന്നണി തന്നെ അധികാരത്തിലിരിക്കുന്നു. ആ മുന്നണിക്കെതിരെ സ്വാഭാവികമായിട്ട് ഒരു മടുപ്പ് ജനങ്ങൾക്കുണ്ടാവുക സ്വാഭാവികമാണ്. ആ ഒരു മടുപ്പിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ ചില ധാർഷ്ട്യത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഒരു സർക്കാർ നിലംപതിക്കുകയും മറ്റൊരു മുന്നണി അധികാരത്തിലേക്ക് എത്താനും വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏകപക്ഷീയമായ വിമർശനങ്ങളും വൈകാരികമായിട്ടുള്ള വിമർശനങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് കായംകുളം MLA ആയിട്ടുള്ള പ്രതിഭയുടെ നിലപാട്. അതോടൊപ്പം തന്നെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും ഇന്ന് വിമർശനവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇങ്ങനെ വിമർശനങ്ങൾ ഒക്കെ ഉയർത്തുന്നുണ്ട്. ഈ വിമർശനങ്ങളൊക്കെ ഈ 10 വർഷത്തിന് ഇടയിൽ എവിടെയെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ഇതിലൊക്കെ കഴമ്പുണ്ടായിരുന്നു നമുക്ക് പറയാം. ഇത് എന്തോ വലിയൊരു പരാജയം ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിക്കെതിരെ, അല്ലെങ്കിൽ പരാജയം സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടിക്കകത്താണ് വിമർശനങ്ങൾ പാർട്ടിക്കാർ പറയേണ്ടത്. നമ്മളെപ്പോലുള്ള ആളുകൾക്ക് എവിടെയും പറയാം ഇത്. പക്ഷെ അത് ഇങ്ങനെ ഈ പാർട്ടിയുടെ ഔദാര്യം കൈപ്പറ്റിയിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് പ്രതിഭയെ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഉള്ള വിമർശനങ്ങളുമായിട്ട് രംഗത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ നോക്കിക്കാണേണ്ടത്? അല്ല, പ്രതിഭ നേരത്തെയും ഈ പാർട്ടിയിൽ അനവധിയായിരുന്നു. പല രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയതാണ്. ഏറ്റവും അവസാനം തന്നെ പ്രതിഭയുടെ മകനുമായി ബന്ധപ്പെട്ട് ഈ മറ്റേ കഞ്ചാവ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളിലൊക്കെ പ്രതിഭ വലിയ രീതിയിൽ കായംകുളത്ത് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പ്രതിഭ തന്നെ പിന്നീട് പല രീതിയിൽ അതിനെ മെഴുകുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രതിഭ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല. ഡിവൈഎഫ്ഐക്കാർ നേരത്തെ തന്നെ പ്രതിഭയുമായി അവിടെ വലിയ വിഷയങ്ങളുണ്ടായിരുന്നു. പ്രതിഭയെ ബഹിഷ്കരിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ നീക്കങ്ങൾ നടത്തിയിരുന്നു. അവരുടെ വേദികളിലൊന്നും പ്രതിഭയെ കയറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു. പിന്നീടാണ് പാർട്ടിയുമായിട്ട് ഈ ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ ചില നേതാക്കന്മാർ ഇടപെട്ട് പറഞ്ഞു തീർത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎഫ്ഐ പിന്നീട് അവരുമായി സഹകരിക്കാനൊക്കെ തയ്യാറായത്. ഏകപക്ഷീയമായി അവർക്ക് വിജയമുണ്ടായില്ല എന്നതാണ് അവർ പറയുന്നത്. കേരളത്തിൽ ആകമാനം ഉണ്ടായ പരാജയത്തെ വിലയിരുത്തുമ്പോൾ പ്രതിഭയ്ക്കുണ്ടായ പരാജയമൊന്നും അങ്ങനെ വലിയ സംഭവമല്ല. കാരണം 13 മന്ത്രിമാർ തോറ്റിട്ടുണ്ട് ഈ ഇലക്ഷനിൽ എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിഭ തോറ്റുപോയി എന്നും പ്രതിഭയെ ആരോ തോൽപ്പിച്ചു എന്നും അവരെ തോൽപ്പിക്കാൻ വേണ്ടി ചില നേതാക്കന്മാരും അവിടെ ശ്രമിച്ചു എന്നും, അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയായിരുന്നു അവരെ തോൽപ്പിക്കാനെന്നും, ഞാൻ നാരായണിയാണെന്ന് പറഞ്ഞു, ഞാനും നാരായണിയാണ്, അതുകൊണ്ട് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതൊക്കെ തെറ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നാസർ അതിന് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. നാസർ പറയുന്നത് അവർക്ക് ഈ തോൽവി ഉണ്ടായപ്പോൾ ഉണ്ടായ ചില മാനസിക പ്രശ്നങ്ങളൊക്കെ കൊണ്ട് സംസാരിക്കുന്നതാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ ജയിക്കുമ്പോൾ വലിയ സന്തോഷിക്കുകയും തോൽക്കുമ്പോൾ അതിൽ ഭയങ്കരമായി വികാരപ്പെടുകയും ചെയ്യുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പോൾ സെബാസ്റ്റ്യൻ പോളിൻ്റെ വിഷയം അതല്ല കേട്ടോ. സെബാസ്റ്റ്യൻ പോൾ നേരത്തെ തന്നെ എനിക്ക് തന്നെ തന്ന അഭിമുഖത്തിൽ, ഈ കഴിഞ്ഞ ഇലക്ഷനൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എനിക്ക് തന്ന അഭിമുഖത്തിൽ ഇന്നീ പറഞ്ഞ എല്ലാ വിഷയങ്ങളും അന്ന് ആ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ തന്നെ അദ്ദേഹം പല വേദികളിലും അദ്ദേഹം ഈ പിണറായിക്കെതിരെ ഉള്ള ഇത്തരത്തിലുള്ള പ്രതിഷേധവും പ്രതികരണമൊക്കെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം പാർട്ടിയുടെ ഒരിക്കലും പാർട്ടി പ്രവർത്തകനല്ല, അദ്ദേഹം ഇടത് സഹയാത്രികൻ മാത്രമായിരുന്നു. അദ്ദേഹത്തെ പാർട്ടി ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അല്ലാണ്ട് അദ്ദേഹം ഒരിക്കലും പോലും പാർട്ടിയുടെ വേദികളിൽ അങ്ങോട്ട് ഇടിച്ചു കയറിയ ആളല്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും അദ്ദേഹം ഇടിച്ചു കയറിയിട്ടില്ല. പാർട്ടിക്ക് പലപ്പോഴും ഇവിടെ സ്ഥാനാർത്ഥികളില്ലാതിരുന്ന അവസരങ്ങളിൽ അദ്ദേഹത്തെ ഉപയോഗിക്കുകയും അദ്ദേഹത്തെ കൊണ്ട് പാർട്ടിക്ക് ഗുണമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു കാലത്തും എറണാകുളം പിടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ എറണാകുളം പാർലമെൻറ്റ് അദ്ദേഹം വലിയ രീതിയിൽ വിജയിച്ചിരുന്നു.
ഒരു തവണയല്ല എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിയമസഭയിലും അദ്ദേഹം വലിയ വിജയമൊക്കെ കാഴ്ചവെച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് പിന്നീടുണ്ടായ അദ്ദേഹം തന്നെ എനിക്ക് തന്ന അഭിമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പല രീതിയിൽ പിണറായിയുമായി ബന്ധപ്പെട്ടുള്ള സംഘത്തെ പിന്നെ ഞാൻ പോയി കാണുകയോ അല്ലെങ്കിൽ അവരുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയൊന്നും ചെയ്യാത്തതിൻ്റെ പേരിലാണ് എനിക്ക് പിന്നീട് അവർ സീറ്റ് നിഷേധിക്കുകയും അല്ലെങ്കിൽ പാർട്ടിയിൽ പിന്നീട് അങ്ങനത്തെയുള്ള ഒരു പരിഗണനയൊന്നും ലഭിക്കാതെ പോയതൊന്നും. യു പ്രദീപ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായൊരു സംഭവമാണ്. യു പ്രതിഭയെ അവിടെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇത് യു പ്രതിഭ കൃത്യമായിട്ട് നമ്മൾ നേരത്തെ ഒരു വർഷം മുന്നേക്കെ പറഞ്ഞൊരു വിഷയമുണ്ട്. അവർ തീർച്ചയായും BJP-യിലേക്ക് ഒരു പാലമിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇനി ഇവിടെ ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല. കാരണം കഴിഞ്ഞ 10 വർഷമായി അവർ കായംകുളത്തിൻ്റെ MLA ആയിരുന്നു. അതിന് മുന്നേ അവർ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നുണ്ട്. അങ്ങനെ 10-15 വർഷക്കാലമായി പല തരത്തിലുള്ള അധികാര കേന്ദ്രങ്ങളുടെയും ഭാഗമായിരുന്ന പ്രതിഭയ്ക്ക് ഇനി ഒരു സാധ്യതയും ഈ പാർട്ടിയിൽ ഇല്ല എന്ന് കണ്ടപ്പോഴാണ് അവർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇത് വാലുവെക്കുമ്പോൾ തന്നെ അറിയണം എന്തിനുള്ള പുറപ്പാടാണെന്നുള്ളത്. അതുകൊണ്ട് ഈ പ്രതിഭ മാത്രമല്ല, ഇനിയും പല പ്രതിഭമാരും കേരളത്തിൽ ഇതുപോലുള്ള ചില പ്രതികരണവുമായി വരാൻ സാധ്യതയുണ്ട്. നമ്മൾ കാണുന്നത് ഇതിനകത്ത് വേറൊരു വസ്തുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വർഷം മുമ്പ് തന്നെ ചില കാര്യങ്ങൾ നടന്നിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് യു പ്രതിഭ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡുമായിട്ടൊരു ചർച്ച നടത്തുകയും കായംകുളത്ത് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കവും നടത്തിയിരുന്നു. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ലോക്കലായിട്ടുള്ള കായംകുളത്തുള്ള DYFI നേതാക്കന്മാരുമായിട്ടുണ്ടായിട്ടുള്ള അസ്വസ്ഥതകൾ, അവര് പരസ്യമായിട്ട് അവിടുത്തെ DYFIയുടെ ആളുകളൊക്കെ ഇപ്പൊ യു പ്രതിഭയ്ക്കെതിരെ രംഗത്ത് വരികയൊക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ DYFIക്കാർക്കെതിരെ വളരെ പരസ്യമായിട്ട് തന്നെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെ യു പ്രതിഭയും പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അന്ന് തുടങ്ങിയ പ്രതിഭയുടെ ഒരു മനംമാറ്റം ഉണ്ടായിരുന്നു. ഈ യു പ്രതിഭയെ പോലെയുള്ള ആളുകളെ ഇടതുപക്ഷ മൈൻഡില്ലാത്ത ആളുകളെ എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയുള്ള ആളുകളെയൊക്കെ MLA-മാരാക്കുകയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഒരു പരിണിത ഫലം കൂടിയാണ് CPM ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമാനമായ രീതിയിൽ തന്നെ കോൺഗ്രസിലും ഉണ്ട്. കോൺഗ്രസുമായിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ലാത്ത ആളുകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് കോൺഗ്രസിനും ഇത് ഭാവിയിൽ അനുഭവിക്കേണ്ടി വരും. അല്ല, കോൺഗ്രസ് എന്ന് പറയുന്നത് മറ്റൊരു സംവിധാനമാണ്, ആൾക്കൂട്ടമാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജനാധിപത്യം ഒക്കെ ഉള്ള ഒരു സംഘടനയാണ്. കാരണം അവർക്ക് എന്ത് നിലപാടും സ്വീകരിക്കാം, നേതൃത്വത്തിനെതിരെ പ്രതികരിക്കാം, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്നുകൊണ്ട് മറ്റ് ഗ്രൂപ്പിന്റെ നേതാക്കന്മാരെ അതിനിശ്ചിതമായി വിമർശിക്കാനൊക്കെ സാധിക്കും. പക്ഷേ CPM എന്ന് പറയുന്ന സംഘടനാ സെറ്റപ്പ് അങ്ങനെയല്ല എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പം പ്രതിഭയെ പോലുള്ള നേതാക്കൾ എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ വിദ്യാർത്ഥി സംഘടനയിലൂടെ വന്ന് യുവജന പ്രസ്ഥാനത്തിലൂടെ വന്നിട്ടൊക്കെ നേതാവായ ആൾക്കാരാണ് യു പ്രതിഭയൊക്കെ. അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇപ്പം വീണ ഒക്കെ വന്നതുപോലെ, വീണ ജോർജ് ഒന്നും വന്നതുപോലെ അല്ല ഈ പ്രതിഭയൊക്കെ വന്നത്. പക്ഷേ എങ്കിൽ പോലും ഇവർക്കൊക്കെ മോഹഭംഗം ഉണ്ടാകുന്നത് ഇവരുടെയൊക്കെ ഇടയിൽ, ഇവരുടെയൊക്കെ മനസ്സിലുള്ള പാർലമെന്ററി വ്യാമോഹം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് തളിപ്പറമ്പ് തൊട്ട് നമുക്ക് ഈ പല രംഗങ്ങളിലും ഉള്ള വിഷയങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പലരിടക്കും ഉണ്ടായ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ സ്വന്തക്കാർക്കൊക്കെ ഉണ്ടായ പാർലമെന്ററി വ്യാമോഹമാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തിരിച്ചടിക്ക് പല കാരണങ്ങളുണ്ട്. അത് പ്രതിഭയും അതിൻ്റെ കാരണമാണ് നമ്മളിൽ വിലയിരുത്തേണ്ടത്. അല്ലാതെ പ്രതിഭയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ആ പ്രതിഭയെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ തോന്നുന്നത് വളരെ വിചിത്രമായിട്ട് മാത്രമേ തോന്നാറുള്ളൂ. കാരണം പ്രതിഭ മാത്രമാണ്, ഞാൻ നേരത്തെ പറഞ്ഞാണ്, പ്രതിഭ മാത്രമാണ് കേരളത്തിൽ തോറ്റുപോയെങ്കിൽ തീർച്ചയായും സിറ്റിംഗ് MLA തോറ്റു എന്നുള്ളത് വലിയ LDF-ന്റെ കൺവീനർ തുടങ്ങി തോൽക്കുന്നു, മന്ത്രിമാർ തോറ്റിരിക്കുകയാണ്. ഇവിടെ ആ ഒരു സമയത്താണ് യു പ്രതിഭ വന്നിട്ട് പാർട്ടിക്കാർ തന്നെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെന്താ വിഷയം എന്നറിയോ? ഇത്തവണ പ്രതിഭ വീണ്ടും ജയിക്കുന്നു, 3ാം തവണയും പ്രതിഭ ജയിക്കുമ്പോൾ കഴിഞ്ഞ തവണ തന്നെ പ്രതിഭയ്ക്ക് മന്ത്രിയാവണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് വീണ ജോർജ് ഉണ്ടായിരുന്ന മാനസികമായ സംഘർഷങ്ങളൊക്കെ അതായിരുന്നു. പക്ഷേ ഇത്തവണ എന്തായാലും പ്രതിഭ 3ാം തവണയും ജയിക്കുമ്പോൾ തീർച്ചയായും പ്രതിഭ ഈ മന്ത്രിസഭയിൽ ഉണ്ടാവും എന്നൊക്കെയും മന്ത്രി ആവുന്നത് അതിനുശേഷമുള്ള ജീവിതമൊക്കെ അവർ സ്വപ്നം കണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞു പോയതിൻ്റെ വലിയ മാനസിക സംഘർഷത്തിലാണ് പ്രതിഭ എന്ന് പറയുന്നത്. ഇത് പ്രതിഭ മാത്രമല്ല കേട്ടോ, കേരളത്തിൽ പലരും പല രീതിയിൽ ഇനി പ്രതികരിക്കുമെന്ന് നമ്മുടെ ഇതിൽ കാണേണ്ടതുണ്ട്. കാരണം കുറച്ച് ദുർബലമാകുമ്പോൾ മാത്രമാണ് ഇത്ര പ്രതിഫലനങ്ങളൊക്കെ ആളുകൾക്ക് ഒരു ശക്തമായൊരു സെറ്റപ്പിൽ ഒരിക്കലും ഇങ്ങനെ പറയാൻ പറ്റില്ല. ദുർബലമാകുന്ന സമയത്ത്
എല്ലാവർക്കും കല്ലെറിയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ നേതാക്കന്മാർ എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. കാരണം ഇവരെല്ലാം മോഹികൾ മാത്രമാണ്, സ്ഥാനമോഹികൾ മാത്രമായ. കാരണം പാർട്ടി ഏറ്റവും ദുർബലപ്പെടുന്ന സമയത്താണ് യഥാർത്ഥ പാർട്ടി പ്രവർത്തകയാണെങ്കിൽ ആ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ആരംഭിക്കുന്നത്. ഒരിക്കലും പാർട്ടിക്ക് പുറത്തു വന്നിട്ട് ഇങ്ങനെ ഒരു വിമർശനം നടത്തുന്നില്ല, പാർട്ടിക്ക് അകത്താണ്. അതെ, ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത് വേണ്ടത്. പക്ഷേ ഒരുപക്ഷെ ഈ പ്രതിഭ കുറച്ചും കൂടി വലിയ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് അവർക്കിപ്പോൾ ഒരു മാതൃകയുണ്ട്. അത് അവരുടെ പഴയ ഗുരുവായ ജി സുധാകരനാണ്. ജി സുധാകരൻ ഇന്ന് അവർ വളരെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. കുലംകുത്തികൾക്കൊക്കെ ജയിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ അവരിന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് ഇനി ഈ പാർട്ടിയിൽ നിന്നതുകൊണ്ട് വലിയ മെച്ചങ്ങൾ ഉണ്ടാവാൻ പറ്റുന്നില്ല, നേട്ടങ്ങൾ ഉണ്ടാവാൻ പറ്റില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് അടുത്ത തവണ അവരെ കായംകുളത്ത് തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയായി കാണാൻ പറ്റും എന്നതാണ് എൻ്റെ ഒരു നിരീക്ഷണം. അതുകൊണ്ട് ഇത്തരം പ്രതിഭമാർ ഒരിക്കലും ഈ ഒരു പാർട്ടിയിലും വച്ച് പൊറപ്പിക്കാൻ പാടില്ലാത്തതാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.